കഴിഞ്ഞ 164 എപ്പിസോഡിൽ ബെനഡിക്റ്റ് 9 മാർപ്പാപ്പ 12 വയസ്സിൽ ഭരണത്തിൽ വന്ന് 24 വയസ്സ് വരെ ആദ്യത്തെ ഭരണവും, പിന്നെ അദ്ദേഹം പോയ ശേഷം എലക്ട് ചെയ്ത് സിൽവസ്റ്റർ 3 മാർപ്പാപ്പ ഭരണത്തിൽ വരികയും സിൽവസ്റ്റർ 3 ശത്രു സൈന്യം അവിടുന്ന് ഓടിക്കുകയും അത് കഴിഞ്ഞപ്പോൾ ബെനഡിക്റ്റ് 9 തിരിച്ചു വരികയും തിരിച്ചു വന്ന ബെനഡിക്റ്റ് 9 പാപ്പാ സ്ഥാനം ഒരച്ഛന് വിൽക്കുകയും അച്ഛൻ ഗ്രിഗറിയായി ഭരണത്തിൽ വരികയും ചെയ്ത് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവങ്ങളാണ് ഈ 4 വർഷം അരങ്ങേറുന്നത്. 12 വയസ്സുള്ള ഒരു പയ്യൻ നിശബ്ദനായി അനുസരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ബെനഡിക്റ്റ് 9 മാർപ്പാപ്പയാക്കിയത്. 12 കൊല്ലം ഭരിച്ചിട്ട് ഒരു രക്ഷയില്ലാഞ്ഞിട്ട് ജനം തന്നെ ക്രിസ്ത്യേഷ്യൻസിനോട് പറഞ്ഞിട്ടാണ് ബെനഡിക്റ്റ് 9 മാർപ്പാപ്പ ഓടിക്കപ്പെട്ടത്. അത് കഴിഞ്ഞാണ് സിൽവസ്റ്റർ മാർപ്പാപ്പ വരുന്നത്. സിൽവസ്റ്റർ മാർപ്പാപ്പയെ ബെനഡിക്റ്റ് 9 ആൾക്കാർ കൂടി ഓടിച്ചു. അങ്ങനെ ബെനഡിക്റ്റ് 9 തിരിച്ചു വന്ന മാർപ്പാപ്പ അത് വിലയ്ക്ക് വിറ്റപ്പോൾ ഗ്രിഗറി മാർപ്പാപ്പ ഭരണത്തിൽ വന്നു. ഗ്രിഗറി മാർപ്പാപ്പയെ ഓടിക്കാൻ വേണ്ടി സിൽവസ്റ്റർ മാർപ്പാപ്പ സൈന്യമായിട്ട് വന്നു. പണ്ടൊരു സൈന്യമാണ് സിൽവസ്റ്റർ മാർപ്പാപ്പയെ ഓടിച്ചത്. അതുകൊണ്ട് സിൽവസ്റ്റർ മാർപ്പാപ്പ സൈന്യമായിട്ട് വന്നു ഗ്രിഗറിയെ ഓടിക്കാൻ വേണ്ടി. അപ്പോഴുണ്ട് ബെനഡിക്റ്റ് 9 എൻ്റെ രാജ്യം പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു. അപ്പോൾ വളരെ തെറ്റായൊരു സംഭവമാണ് ഈ 1045 നടക്കുന്നത്. സഭയെ ക്ഷീണിപ്പിച്ചൊരു സംഭവം. 3 സൈന്യങ്ങൾ വത്തിക്കാനിലെത്തി. സിൽവസ്റ്റർ മാർപ്പാപ്പയുടെ കൂടെ സൈന്യമുണ്ട്, ബെനഡിക്റ്റ് 9 കൂടെ സൈന്യമുണ്ട്, ഗ്രിഗറി 1 കൂടെ സൈന്യമുണ്ട്. വത്തിക്കാനിൽ ചോരക്കുഴ ഒഴുകുമെന്ന് മനസ്സിലാക്കിയപ്പം ചക്രവർത്തി ഇടപെട്ടു. ചക്രവർത്തി ഒരു സൈന്യമായി റോമിൽ വന്നു. സൈന്യമൊക്കെ പിരിഞ്ഞു പോകാൻ പറഞ്ഞു. സൈന്യം പിരിഞ്ഞുപോയി. സ്ഥാനത്തിരിക്കുന്ന മാർപ്പാപ്പ ഗ്രിഗറി ആയതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു സിനഡ് കൂടാൻ പറഞ്ഞു. സിനഡ് കൂടിയപ്പോൾ 3 പോപ്പുമാരുണ്ട്. അതിലാരാണ് യഥാർത്ഥ പോപ്പ്? അപ്പോൾ സിൽവസ്റ്റർ മാർപ്പാപ്പയുടെ എലക്ഷൻ അസാധുവായി പ്രഖ്യാപിച്ചു. കാരണം ബെനഡിക്റ്റ് 9 സൈന്യമെന്ന് ഓടിപ്പിച്ചപ്പോൾ ആ ഓടിപ്പിച്ച സൈന്യത്തിന് നോമിനിയായി ഭരണത്തിൽ വന്നതാണ് സിൽവസ്റ്റർ. അതുകൊണ്ടത് എലക്ഷൻ പ്രോപ്പറല്ല. തന്നെയല്ല, ആ സമയത്ത് ബെനഡിക്റ്റ് 9 ഓൾറെഡി എക്സിസ്റ്റിംഗ് പോപ്പ് ഉണ്ട്. അതുകൊണ്ട് സിൽവസ്റ്ററിൻ്റെ എലക്ഷൻ ക്യാൻസൽ ചെയ്തു. സിൽവസ്റ്ററിൻ്റെ എലക്ഷൻ ക്യാൻസൽ ചെയ്തെങ്കിലും ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടാവും. അത് കഴിഞ്ഞപ്പോഴാണ് അവർ ഗ്രിഗറി മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തത്. ഗ്രിഗറി മാർപ്പാപ്പ പറഞ്ഞു, ഞാൻ നിയമാനുസൃതം എലക്ട് ചെയ്ത പോപ്പല്ല. ബെനഡിക്റ്റ് 9 സഭയെ നശിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ സഭയെ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് ആളുകൾ തന്ന പൈസ കൊടുത്തിട്ട് 20 ദിവസം കഴിഞ്ഞ് ഞാൻ വാങ്ങിച്ചാണ്. പോപ്പ് സ്ഥാനം വാങ്ങിച്ചത് നിയമാനുസൃതമായി ശരിയല്ല. അതുകൊണ്ട് ഞാൻ പോപ്പാവാൻ ആഗ്രഹിക്കുന്നില്ല. ചക്രവർത്തിക്ക് ഞാൻ തുടരണമെന്നാണ് ആഗ്രഹം. എങ്കിലും ചക്രവർത്തിയുടെ സൈന്യത്തിൻ്റെ സപ്പോർട്ടോടുകൂടി ഞാൻ പാപ്പയാവുന്നില്ല, ഞാൻ പൊക്കോളാം. സിനഡ് സമ്മതിച്ചു. അപ്പോൾ ഗ്രിഗറി മാർപ്പാപ്പയ്ക്ക് വലിയ മാറ്റങ്ങൾ വരുത്താൻ സഹായിച്ചത് നമ്മുടെ ഹൈൽഡ് ബ്രാൻഡ് എന്ന് പറയുന്ന പ്രഗത്ഭനായ സന്യാസിയാണ്. ഹൈൽഡ് ബ്രാൻഡ് പറഞ്ഞു, ഞാനും ഗ്രിഗറിയോടൊപ്പം പോവാണ്. അതുകൊണ്ട് ഗ്രിഗറിയും ഹിൽഡ് ബ്രാൻഡും കൂടി അവിടെ നിന്ന് പുറപ്പെട്ട് അവർ നേരെ പോയി ജർമ്മനി പോയി. അവിടെ ചെന്നിട്ട് അവിടുത്തെ ആശ്രമത്തിൽ അവർ അഭയം പ്രാപിച്ചു. ഇത്രയായപ്പോൾ ബെനഡിക്റ്റ് 9 പറഞ്ഞു, ഞാൻ രാജിവെച്ചത് ഞാൻ പിൻവലിച്ചു. ഈ സിനഡിന് എൻ്റെ പേരിൽ യാതൊരു അധികാരമില്ല. കാരണം ഒരു മാർപ്പാപ്പ സിനഡ് വിളിച്ചു കൂട്ടണം. ഗ്രിഗറി മാർപ്പാപ്പയുടെ ഞാൻ സമ്മതിക്കുന്നില്ല. ചക്രവർത്തി സിനഡ് വിളിച്ചോട്ടെ, ഞാൻ സമ്മതിക്കുമോ? ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ ഈ സിനഡിനെ അംഗീകരിക്കുന്നില്ല. സിനഡ് എന്ത് തീരുമാനിച്ചാലും അംഗീകരിക്കില്ല. ബെനഡിക്റ്റ് 9 സിനഡ് അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ടസ്ക്യൂൾസ് ആൻഡ് അവരുടെ ആർമി രംഗത്ത് വന്നു.
രംഗത്ത് വന്ന് ബെനഡിക്റ്റ് മാർപ്പാപ്പയോട് സ്ഥലം വിടാൻ പറഞ്ഞു. അങ്ങനെ ബെനഡിക്റ്റ് മാർപ്പാപ്പ സ്ഥലം വിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ സിൽവസ്റ്റർ മാർപ്പാപ്പയുടെ ഇലക്ഷൻ ക്യാൻസൽ ചെയ്തു. ഗ്രിഗറി മാർപ്പാപ്പ രാജിവെച്ച് ജർമ്മനിക്ക് പോയി. ബെനഡിക്റ്റ് 9 തിരിച്ചു വരാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ വരവിനെ അംഗീകരിച്ചില്ല. ഒരേ സമയം 3 എലക്റ്റഡ് പോപ്സ് ഉണ്ടായിരുന്ന ചരിത്രത്തിലെ അപൂർവ നിമിഷം. 3 പേരും മാർപ്പാപ്പയല്ലാതായി. ഒരാളെ ഇലക്ഷൻ ക്യാൻസൽ ചെയ്തു, മറ്റേ ആൾ രാജിവെച്ച് പോയി, 3ാമത്തെ ആൾ വരുന്നതിനെ ടസ്ക്യൂളിൻ്റെ സൈന്യം എതിർത്തു. അങ്ങനെ ബെനഡിക്റ്റ് 9 അവിടെ നിന്ന് ഫ്ലീ ചെയ്യേണ്ടി വന്നു. ഗ്രിഗറി മാർപ്പാപ്പ 1046 മരിച്ചു, ഡിസംബർ 20. അപ്പോൾ ഇതിനിടയ്ക്ക് ഗ്രിഗറി മാർപ്പാപ്പ പൊക്കോളാമെന്ന് പറഞ്ഞെങ്കിലും ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഗ്രിഗറി മാർപ്പാപ്പ മരിക്കുന്നത്. ഗ്രിഗറി മാർപ്പാപ്പ പറഞ്ഞു, ഈ ക്രസൻഷ്യൻ്റെ സൈന്യവും ടസ്ക്യൂളിൻ്റെ സൈന്യവും തിയോഫിലാക്ടറിൻ്റെ സൈന്യവും ഇങ്ങനെ 3 കുടുംബക്കാർ സൈന്യം കൊണ്ടുവന്നിട്ട് ഈ മാർപ്പാപ്പമാരായിട്ട് പന്താടുകയാണ്, കൊല്ലപ്പെടുന്നു, ഓടിക്കപ്പെടുന്നു. അതുകൊണ്ട് മാർപ്പാപ്പയ്ക്ക് ഈ സൈന്യത്തെ നേരിടാനുള്ള ഒരു സൈന്യമാണ്. ടസ്കുളന്മാർക്കൊരു 5000 എണ്ണമുണ്ട്, ക്രഷേഷൻസിനൊരു 5000 എണ്ണമുണ്ട്, തിയോഫിലാക്സിനും ഉണ്ടൊരു 5000. മാർപ്പാപ്പ എന്ത് ചെയ്തു? ഒരു 7000 പേരുള്ളൊരു സൈന്യത്തെ ഉണ്ടാക്കി. അതാണ് പൊന്തിഫിക്കൽ ആർമി, മാർപ്പാപ്പയുടെ സൈന്യം. ഈ പൊന്തിഫിക്കൽ ആർമി ഇത് കഴിഞ്ഞൊരു 5 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്കും അവരൊരു മാസീവ് സൈന്യമായിട്ട് മാറി. യൂറോപ്പിലെ ഗതിവിധികൾ നിയന്ത്രിക്കുന്നൊരു സൈന്യമായിട്ട് മാറി ഈ പൊന്തിഫിക്കൽ ആർമി. ആ പൊന്തിഫിക്കൽ ആർമി ഉണ്ടാക്കിയിട്ടാണ് ഗ്രിഗറി പോയത്. കാരണം അദ്ദേഹം 3 സൈന്യത്തെ നേരിടേണ്ടി വന്നു. അദ്ദേഹത്തിന് സൈന്യമുണ്ട്, മറ്റവർക്ക് കണ്ടുള്ള സൈന്യം. അപ്പോൾ അങ്ങനെ പൊന്തിഫിക്കൽ ആർമി ഉണ്ടായി. അപ്പോൾ ഇദ്ദേഹം രാജിവെച്ച് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നിടയ്ക്കാണ് അദ്ദേഹം 1046 മരിക്കുന്നത്. അതേ 1046 മരിക്കുമ്പം സിൽവസ്റ്റർ മാർപ്പാപ്പ ഇലക്ഷൻ ക്യാൻസൽ ചെയ്തു. ബെനഡിക്റ്റ് 9 ഒളിവിൽ താമസിക്കുന്നുണ്ട്. പക്ഷേ ചക്രവർത്തി പറഞ്ഞു പുതിയ ഇലക്ഷൻ നടത്താൻ പറഞ്ഞു. അങ്ങനെ പുതിയ ഇലക്ഷൻ നടത്തി. ഇലക്ഷൻ നടത്തിയപ്പോൾ 1046 ഈ ഇറ്റാലിയൻസിൻ്റെ റോമിൽ ജനിച്ചവന്മാരല്ലേ കുഴപ്പം. അതുകൊണ്ട് സഭകൾ തീരുമാനിച്ചു ഈ റോമിൽ ജനിച്ചു വളർന്ന മാർപ്പാപ്പ വേണ്ട, അവർ ജർമ്മനിയിലെ സാക്സണിയിൽ ജനിച്ചു വളർന്ന ഒരു മാർപ്പാപ്പയെ കൊണ്ടുവന്നു. ആ മാർപ്പാപ്പയാണ് 149ാമത്തെ മാർപ്പാപ്പ, ക്ലമൻറ്റ് II. ക്ലമൻറ്റ് II ഡിസംബർ 24 ഇലക്ട് ചെയ്ത് ഭരണത്തിൽ കയറി. 3 മാർപ്പാപ്പമാർ മാറി നിൽക്കുകയാണ്. അദ്ദേഹം ബാംബർഗിലെ ബിഷപ്പായിരുന്നു. ആ ബിഷപ്പിൻ്റെ പോപ്പാവുന്നതിന് മുമ്പുള്ള പേര് സ്വിസ് ഗെറിൻ എന്നായിരുന്നു. ബാംബർഗിലെ ബിഷപ്പായ സ്വിസ് ഗെറിനാണ് മാർപ്പാപ്പയായപ്പം ക്ലമൻറ്റ് II എന്ന പേരിട്ടത്. കേരളത്തിലെ ആളുകൾക്ക് മനസ്സിലാകണമെങ്കിൽ ക്ലീമീസ്, സുറിയാനിയിലെ ക്ലീമീസാണ് ലത്തീൻ ഭാഷയിൽ ക്ലമൻറ്റ്. കേരളത്തിലെ പല മെത്രാന്മാരുടെയും പേര് ക്ലീമീസ് എന്നാണ്. തിരുവനന്തപുരത്തെ കർദിനാളിൻ്റെ പേരും ക്ലീമീസ് എന്നാണ്. അതാണ് ഈ ക്ലമൻറ്റ് എന്ന് പറയുന്നത്. ക്ലമൻറ്റ് നാമധാരി. അദ്ദേഹം ചക്രവർത്തിയോട് പറഞ്ഞു, എനിക്ക് പ്രൊട്ടക്ഷൻ തന്നില്ലെങ്കിൽ ഞാനിവിടെ ജീവിക്കാൻ പറ്റത്തില്ല, 2 സൈന്യം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ചക്രവർത്തി പറഞ്ഞു, എൻ്റെ ഒരു സൈന്യം എത്തിക്കാനുണ്ടാവും, ഇതിലാരെങ്കിലും ഇടപെട്ടാൽ എന്നെ വിവരം അറിയിക്കണം, ഞാൻ വലിയ സൈന്യമായിട്ട് തിരിച്ചു വരും എന്ന് പറഞ്ഞു. അങ്ങനെ ജർമ്മൻ പട്ടാളത്തെ അവിടെ നിർത്തി പോപ്പിൻ്റെ സംരക്ഷണത്തിന്. എന്നിട്ടാണ് പോയത്. ജർമ്മൻ പട്ടാളം അവിടെ ഒരു 6 മാസം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് സമ്മർ വന്നു. ജർമ്മൻ പട്ടാളക്കാർക്ക് ഈ റോമിലെ ചൂട് സഹിക്കാൻ വയ്യ. ജർമ്മനി ഇച്ചിരിയോട് വടക്കാണ്ടിച്ചിട്ട് തണുപ്പൊക്കെ ഉണ്ട്, പിടിച്ചൊരു ചൂടാണ്. പട്ടാളക്കാർ പറഞ്ഞു, ഈ ചൂടത്ത് ഇരിക്കാൻ വയ്യ, ഇവിടെ നിന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പോൾ പട്ടാളത്തിൽ അവർ പറഞ്ഞു, ശകലം ബഹളം ഉണ്ടാക്കിയാൽ ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ, അല്ലേ രക്ഷയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ജർമ്മൻ പട്ടാളം ഇങ്ങനെ അസ്വസ്ഥരായിട്ടിരിക്കുകയാണ്. അപ്പോൾ പോപ്പ് ഈ അരിസ്റ്റോക്രാറ്റിക് ബിഷപ്സ് എന്ന് പറയുന്ന ബിഷപ്പുണ്ട്, അതായത് ഉന്നത കുലജാതരായ കുറേ ബിഷപ്പന്മാർ. അവർ സഭ അവരുടെ കൺട്രോളിൽ വേണം. മാർപ്പാപ്പയൊക്കെ അവിടെ ഇരുന്നോട്ടെ, ഞങ്ങളാണ് ഈ സഭ ഉണ്ടാക്കിയത്, ഞങ്ങളാണ്. ഇപ്പോൾ റോമിലെ 16 കുടുംബങ്ങളാണ്. ആ 16 അരിസ്റ്റോക്രാറ്റിക് കുടുംബത്തിലെ ജനിച്ചു വളർന്ന ബിഷപ്പ്മാർക്ക് മറ്റ് ബിഷപ്പ്മാരെ ഒരു അവജ്ഞയാണ്. വിളിച്ചിട്ട് ഞങ്ങൾ മുന്നോക്കക്കാരാണെന്ന് അവരുടെ ധാരണ. അവർ പറഞ്ഞു, ഈ മാർപ്പാപ്പ ഇരുന്നാൽ നമുക്ക് രക്ഷയില്ല, ഈ മാർപ്പാപ്പ ഇതൊന്നും സമ്മതിച്ചെടുത്തില്ല. അങ്ങനെ അവരെന്ത് ചെയ്തു, അവർ
ഈ മാർപ്പാപ്പയ്ക്കെതിരെ കുതന്ത്രം ചെയ്യാൻ തുടങ്ങി. അപ്പോഴെന്ത് പറ്റി? അരിബർട്ട് എന്ന് പറയുന്ന ബിഷപ്പ്, മിലാനിലെ ബിഷപ്പ്, അദ്ദേഹം മാർപ്പാപ്പയെ സപ്പോർട്ട് ചെയ്തു. അദ്ദേഹം മാർപ്പാപ്പ പറഞ്ഞു ഇവന്മാരിങ്ങനെ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം വിബ്രോട്ടയിൽ പ്രസിദ്ധനായ ബിഷപ്പ് ഇറ്റാലിയൻസിനെ കൂട്ടുപിടിച്ചു. അങ്ങനെ പറഞ്ഞു സൈന്യമായിട്ട് വന്ന രക്ഷയില്ല, പട്ടാളം ചക്രവർത്തി പട്ടാളം മാർപ്പാപ്പയെ സംരക്ഷിക്കണം, അതുകൊണ്ട് യുദ്ധമില്ലാതെ ഇയാളെ കൈകാര്യം ചെയ്യണം. അങ്ങനെ ആ ബിഷപ്പ് വത്തിക്കാനകത്തുള്ള കുക്കുകളിൽ ഒരാളെ പിടികൂടി. എന്നിട്ട് മാർപ്പാപ്പയുടെ ആഹാരത്തിനകത്ത് വിഷം കൊടുത്തു. അങ്ങനെ ചരിത്രം മാറ്റിമറിക്കാമായിരുന്ന മാർപ്പാപ്പ ക്ലെമൻ്റ് മാർപ്പാപ്പയ്ക്ക് വിഷം കൊടുക്കുകയും അദ്ദേഹം 947 ഒക്ടോബർ 9 മരിക്കുകയും ചെയ്തു. മാർപ്പാപ്പ കഷ്ടിച്ച് 9-10 മാസമേ നിന്നുള്ളൂ. അങ്ങനെ ഈ മാർപ്പാപ്പയെ കാനണൈസ് ചെയ്യാൻ ഇദ്ദേഹമാണ് സെയിൻറ്റ് വിബോ, ഹംഗേറിയൻ ബിഷപ്പായിട്ട് കാനണൈസ് ചെയ്ത്. അങ്ങനെ ഈ മാർപ്പാപ്പയുടെ കാലഘട്ടം കഴിഞ്ഞപ്പം ബെനഡിക്റ്റ് 9 അടുത്ത ഇലക്ഷൻ നടത്തുന്നതിന് മുമ്പ് ബെനഡിക്റ്റ് 9 പാഞ്ഞവിടെ എത്തി. അപ്പോൾ സിൽവസ്റ്റർ മാർപ്പാപ്പ പോയി, ഗ്രിഗറി മാർപ്പാപ്പ മരിച്ചു, ഇപ്പോഴത്തെ ക്ലെമൻ്റ് മാർപ്പാപ്പയും മരിച്ചു. 2 മാർപ്പാപ്പമാരും മരിച്ചു. ഒരു മാർപ്പാപ്പ സ്ഥാനഭ്രഷ്ടനായി. പുതിയ മാർപ്പാപ്പ എലക്ട് ചെയ്യുന്നതിന് മുമ്പ് ബെനഡിക്റ്റ് 9 തിരിച്ചു വന്നു. ഡ്യൂലി എലക്റ്റഡ് പോപ്പാണ് അദ്ദേഹം. തിരിച്ചു വന്നു. ഇപ്പോൾ 46 വയസ്സ് കഴിഞ്ഞു അദ്ദേഹത്തിന്. 12ാമത്തെ വയസ്സിൽ മാർപ്പാപ്പയായതാണ് അദ്ദേഹം. വന്നിട്ട് നേരെ തിരിച്ചു വന്ന് 3ാമത്തെ വരവാണ്. ഒരേ മാർപ്പാപ്പ 3 തവണ വത്തിക്കാൻ്റെ സിംഹാസനത്തിലിരുന്നു ഈ മാർപ്പാപ്പയുടെ കാലത്ത്. 3ാം തവണ ഒരു തിരിച്ചു വരവ്. അദ്ദേഹം തിരിച്ചു വന്നപ്പം കിങ് ഓഫ് ടസ്കണി പറഞ്ഞു, ചക്രവർത്തിയോട് പറഞ്ഞു ചക്രവർത്തി ഇടപെടരുത്, ഈ പാവം കൊച്ചു പയ്യൻ 2 തവണ മാർപ്പാപ്പയെ 2 തവണ അയാളെ ഓടിച്ചു കളഞ്ഞു, സ്വപ്പകാലം അയാൾ അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ടസ്കണിയിലെ രാജാവ് പറഞ്ഞുകൊണ്ട് ചക്രവർത്തി പറഞ്ഞു ശരി എന്നാൽ കാണാം. അങ്ങനെ ബെനഡിക്റ്റ് 9 തിരിച്ചു വന്നു. അദ്ദേഹം ജർമ്മൻ സോൾജേഴ്സിനോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടാൻ മക്കളെ, ഈ ചൂടത്ത് നിങ്ങളെന്ത് ചെയ്യാനാ, നിങ്ങളങ്ങ് തിരിച്ച് പോക്കളാൻ പറഞ്ഞു. അപ്പോൾ സോൾജേഴ്സ് ജർമ്മൻ ചക്രവർത്തിയോട് ഞങ്ങളങ്ങ് തിരിച്ച് വന്നോട്ടെ എന്ന് ചോദിച്ചു. ചക്രവർത്തി തിരിച്ച് പോരാൻ പറഞ്ഞു. കാര്യം ടസ്കണിയിലെ രാജാവിൻ്റെ റിക്വസ്റ്റ് അല്ലേ, സൈന്യം തിരിച്ച് പോക്കളാൻ പറഞ്ഞു. സൈന്യം തിരിച്ച് ജർമ്മനിയിലെത്തി. സൈന്യം ജർമ്മനിയിലെത്തി കഴിഞ്ഞതോടുകൂടി ഇദ്ദേഹം സീറസ്, മലയാളത്തിൽ പറഞ്ഞ സീറസ് അങ്ങ് എടുത്തു. 3ാമത്തെ വരവാണ്. അദ്ദേഹം ലാട്രൺ കൊട്ടാരം അങ്ങ് എടുത്തു. എന്നിട്ട് സെയിൻറ്റ് ബർത്തലോമ്യോ എന്ന് പറയുന്ന ഒരു ബിഷപ്പ് വന്നു. അദ്ദേഹം വന്ന് മാർപ്പാപ്പയുടെ കൂടെ 1-2 ദിവസം താമസിച്ചു. ബർത്തലോമ്യോ പറഞ്ഞു മാർപ്പാപ്പ സ്ഥാനത്തിരുന്നുകൊണ്ട് ഈ കാണിക്കുന്ന വൃത്തിയടക്കം വളരെ തെറ്റാണ്. അങ്ങ് എന്തായാലും 2 തവണ മാർപ്പാപ്പയല്ലേ, 3ാം തവണയല്ലേ, സഭയെ നശിപ്പിക്കാതെ അങ്ങ് നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു കൂട്ടം ചരിത്രകാരന്മാർ പറയുന്നത് ബർത്തലോമ്യോ ഇദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തിയെന്നും അദ്ദേഹം അവിടുന്ന് ഗ്രോട്ടോ ഫെറ്ററോയിലോട്ട് കൊണ്ടുപോയി സെയിൻറ്റ് ബേസിൽസ് ആശ്രമത്തിൽ താമസിച്ചെന്നും അവിടെ മരിച്ചുവെന്നുമാണ് ഒരു സെറ്റ് ചരിത്രകാരന്മാർ പറയുന്നത്. ഇത് ഒഫീഷ്യൽ വത്തിക്കാൻ്റെ വേർഷനാണ്. പക്ഷേ ബഹുഭൂരിപക്ഷം ചരിത്രകാരന്മാർ പറയുന്നത് ഇദ്ദേഹത്തിന് പറ്റിയെന്ന് വെച്ചാൽ ഈ ജർമ്മൻ സൈന്യം തിരിച്ചു ചെന്നിട്ട് സൈന്യത്തോട് ചക്രവർത്തി എന്തൊക്കെ അവിടുത്തെ വിശേഷങ്ങൾ, പട്ടാളക്കാർക്ക് ഓൾറെഡി ബുദ്ധിമുട്ടല്ലേ, അവർ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ജർമ്മൻ ചക്രവർത്തി പറഞ്ഞു ഇത് പറ്റിയല്ല, സഭ ഇങ്ങനെ നശിപ്പിക്കാനൊന്നും പറ്റിയല്ല. അദ്ദേഹം ഒരു സൈന്യവുമായിട്ട് നേരെ വത്തിക്കാനിൽ വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നാണ് ഇൻഡിപെൻഡൻറ്റ് വേർഷൻ, അതായത് കത്തോലിക്കാ സഭയുടെ ഒഫീഷ്യൽ വേർഷൻ അല്ലാത്ത വേർഷൻ. അങ്ങനെ കൊണ്ടുപോയി അദ്ദേഹത്തെ കൊന്നു എന്നാണ് ഇൻഡിപെൻഡൻറ്റ് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഗ്രോട്ടോ ഫെറ്റോറോ ആശ്രമത്തിൽ പോയി അവിടെ മരിച്ചോ അതോ ചക്രവർത്തി കൊന്നോ നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഗ്രോട്ടോ ഫെറ്റോറോ ആശ്രമത്തിൽ ഈ മാർപ്പാപ്പയ്ക്കൊരു കല്ലറയുണ്ട്. വത്തിക്കാന് കല്ലറയില്ല, പക്ഷേ ഇവിടെ ഒരു കല്ലറയുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് കുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ കൊന്ന് അവിടെ കൊണ്ട് കുഴിച്ച് ബറി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട് അവിടെ താമസിച്ചിട്ട് അവിടെ വെച്ച് മരിച്ച് അദ്ദേഹം കല്ലറയിലായിട്ടുണ്ട്. ആ ചരിത്രം ഇപ്പോൾ നമുക്ക് വെരിഫൈ ചെയ്യാൻ വയ്യ. എന്തായാലും 1048 ജൂലൈയിൽ ബെനഡിക്റ്റ് 9 3ാമത്തെ ഭരണം അപ്രത്യക്ഷമായി. 3ാമത്തെ ഭരണം. ഈ 4 വർഷം 6 മാർപ്പാപ്പമാർ, 3 തവണ ഒരേ മാർപ്പാപ്പ
ഉൾപ്പെടെ 6 മാർപ്പാപ്പയുടെ കാലഘട്ടം 1044 മുതൽ 1048 വരെ ഉള്ള കാലഘട്ടം. ഈ സമയത്ത് ആരാണ് ഈ സമയത്ത് ക്രിസ്ത്യൻ ചരിത്രത്തിലുണ്ടായ സംഭവം 1045 സിഗ്ഫ്രീഡ് എന്ന് പറയുന്ന സ്വീഡനിൽ വന്ന് ബെനഡിക്റ്റൈൻ ഇവാഞ്ചലിസ്റ്റുകൾ വന്ന് സ്വീഡനിൽ വലിയ കൺവേർഷൻ ഉണ്ടാക്കി. 1046 കൗൺസിൽ ഓഫ് സൂത്രി. പോപ്പ് സിൽവസ്റ്റർ മൂന്നാമൻ പുറത്താക്കപ്പെട്ടു. ഗ്രിഗറി മൂന്നാമൻ രാജിവെച്ചു. പോപ്പ് ബെനഡിക്റ്റ് 9 രാജിവെച്ചു. പോപ്പ് ക്ലമൻ്റ് പോപ്പായി. ഇത്രയും തീരുമാനമുണ്ടായ പ്രസിദ്ധമായ സുനഹദോസാണ് സിനഡ് ഓഫ് സൂത്രി. അത് ചരിത്രം മാറ്റിമറിച്ചൊരു സിനഡാണ്. മുസ്ലിം ചരിത്രത്തിൽ 1047 സിൻഡ് ഓഫ് നോർത്ത് ആഫ്രിക്ക. അദ്ദേഹം ഫാത്തിമിഡ് രാജവംശത്തിൽ നിന്ന് പിണങ്ങി മാറി. ലിബിയയും ടുണീഷ്യ ഉൾപ്പെട്ട ഭൂപ്രദേശങ്ങൾ അവർ ഫാത്തിമിഡ് ഡൈനാസ്റ്റി സിൻഡിൽ നിന്ന് മാറി അവർ അബ്ബാസിഡ് കാലിഫേറ്റിന് സപ്പോർട്ട് പ്രഖ്യാപിച്ചപ്പോൾ അത് ഉത്തരാഫ്രിക്ക ഇറാഖിൻ്റെ കസ്റ്റഡിയിൽ വരുന്നൊരു സംഭവമാണ്. ലോക ചരിത്രത്തിൽ പ്രധാനപ്പെട്ട കാര്യമായിട്ടൊന്നും ഈ 4 കൊല്ലം നടന്നിട്ടില്ല. ഇനി പേട്രിയാർക്സ്. കോപ്റ്റിക് പാത്രികീസ് പോപ്പ് ഷെനൂദ II 1032 മുതൽ 1046 വരെ. അന്ത്യോക്യയിൽ ഷെനൂഡ പാത്രികീസ് 1046 കഴിഞ്ഞപ്പോൾ സെയിൻറ്റ് ക്രിസ്റ്റോഡുളസ് എന്ന് പറയുന്ന പാത്രികീസ് 1046 മുതൽ 1077 ഒരു 31 വർഷം പാത്രികീസായിരുന്നു. അത് കഴിഞ്ഞാണ് അന്ത്യോക്യയിലെ പ്രസിദ്ധമായ പാത്രികീസ് ജോൺ 9 അദ്ദേഹത്തെ വിളിക്കുന്ന പ്രസിദ്ധമായ പേരാണ് ബാർ അബ്ദും. അറബി ഭാഷയിൽ വലിയ അർത്ഥമുള്ളൊരു വാക്കാണ്. 1042 മുതൽ 1048 വരെ. ജെറുസലേമിൽ തിയോഡോഷ്യസ് 6 1034 മുതൽ 1054 വരെ. കോൺസ്റ്റാന്റിനോപ്പിളിൽ മൈക്കേൽ I സെറുലാറിയസ് 1043 മുതൽ 1059 വരെ. നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ വലിയ നാശനഷ്ടം ഉണ്ടാക്കിയ ഒരു പാത്രികീസാണ് ഈ സെറുലേറിയസ്. 1043 അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം 16 വർഷം ആ പാത്രികീസ്ഥാനത്തിരുന്നു. 16 വർഷം കൊണ്ട് കോൺസ്റ്റാന്റിനോപ്പിൾ സഭയെയും ചക്രവർത്തിയെയും കത്തോലിക്ക സഭയ്ക്കെതിരെ തിരിച്ചു. ആ മനുഷ്യൻ തിരിച്ചെന്ന് മാത്രമല്ല 1054 അദ്ദേഹം എലക്ട് ചെയ്യപ്പെട്ട് 11 വർഷം കഴിഞ്ഞപ്പം സഭയെ രണ്ടായി പിളർത്തി. അതിനെയാണ് ഗ്രേറ്റ് ഷിസം എന്ന് വിളിക്കപ്പെടുന്നത്. 5 പാത്രികീസ്മാരുള്ളതിൽ 4 പേരും കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തായി. സെറുലാറിയസിനെ പുറത്താക്കിയതോടുകൂടി കോൺസ്റ്റാന്റിനോപ്പിളും പുറത്തുപോയി. മറ്റേത് അന്ത്യോക്യയും അലക്സാണ്ട്രിയയും ജെറുസലേമും ഓർത്തഡോക്സ് സഭയിൽ പോയെങ്കിലും കോൺസ്റ്റാന്റിനോപ്പിളും റോമും രണ്ടുപേരും ഒത്തുനിന്നപ്പം യൂറോപ്പ് മുഴുവൻ ഒരു ഒറ്റ ഭരണത്തിന് കീഴിലായിരുന്നു. 2 പാത്രികീസ്. അതിനകത്ത് റോമിലെ പാത്രികീസാണ് നമ്മൾ പോപ്പ് എന്ന് വിളിക്കുന്നത്. ഒരുമിച്ച് വന്നു. അപ്പോൾ ഈ സെറുലാറിയസിൻ്റെ നേതൃത്വത്തിൽ 1054 കത്തോലിക്ക സഭയിൽ നിന്ന് ബൈസാൻഡിയൻ ചർച്ച് സെപ്പറേറ്റ് ചെയ്തു. അത് സഭയ്ക്ക് വലിയ ക്ഷീണം വരുത്തിയ ഒന്നാണ്. അതോടെ തുർക്കി, യുക്രൈൻ, റഷ്യ, ബ്ലാക്ക് സീയുടെ കിഴക്കൻ കോസ്റ്റ് മുഴുവൻ കത്തോലിക്ക സഭയിൽ നിന്ന് വേർതിട്ട് പോയി. ഈ വലിയ വിഭജനമാണ് ഒരർത്ഥത്തിൽ പിന്നീട് നാശനഷ്ടങ്ങൾക്ക് കാരണഭൂതമായി മാറിയത്. ഈ ഒരു വീക്ക്നെസ് യൂറോപ്പിനെ നശിപ്പിച്ചപ്പോൾ ആ യൂറോപ്പിലേക്ക് ഇസ്ലാം തള്ളിക്കയറാൻ ശ്രമിച്ചു. അതിൻ്റെ പരിണിത ഫലം വന്നു നിന്നത് 1095 കുരിശുയുദ്ധങ്ങളുടെ തുടക്കമാണ്. അൽ ഹക്കീം എന്ന് പറയുന്ന മാഡ് കാലിഫ് അദ്ദേഹം ചർച്ച് ഓഫ് സെപ്പൾക്ര നശിപ്പിക്കുകയും മറ്റ് നാശനഷ്ടങ്ങൾ വരുത്തിയപ്പോൾ വിശുദ്ധ നാട് തിരിച്ചു പിടിക്കണമെന്ന് മാർപ്പാപ്പയ്ക്ക് തോന്നി. അങ്ങനെയാണ് 1095 കുരിശുയുദ്ധങ്ങളുണ്ടായത്. സെറുലേറിയസുമായി സന്ധിക്ക് മാർപ്പാപ്പ പലതവണ ശ്രമിച്ചു, പറ്റിയില്ല. അതുകൊണ്ട് 1043 സെറുലേറിയസിൻ്റെ തെരഞ്ഞെടുപ്പ് സഭാചരിത്രത്തിലെ വലിയ പ്രശ്നമായി നമ്മൾ കരുതപ്പെടുന്നതാണ്. അലക്സാണ്ട്രിയയിൽ അന്ന് ജോർജ് 2 പാത്രികീസായി. 1021 മുതൽ 1051 വരെ 30 വർഷക്കാലം പാത്രികീസായിരുന്നു അദ്ദേഹം. അന്ന് ചക്രവർത്തിയായി വന്നത് കോൺസ്റ്റന്റൈൻ 9 ആണ്.
അദ്ദേഹത്തെ വിളിക്കുന്ന പ്രസിദ്ധമായ പേരാണ് മോണോമാക്കസ്. സ്വച്ഛാധിപതിയായിരുന്നു മോണോമാക്കസ്. 1042 മുതൽ 1055 വരെ അദ്ദേഹം ചക്രവർത്തിയായിരുന്നു. 1040 മുതൽ 1048 വരെയുള്ള 4 വർഷം 6-7 മാർപ്പാപ്പമാരുണ്ടായിരുന്നു. അതിൽ ഒരു മാർപ്പാപ്പ 3 തവണ വന്നു. സഭയുടെയും രാഷ്ട്രത്തിൻ്റെയൊക്കെ ചരിത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് ക്ഷയം ഉണ്ടാകുമ്പം ദീർഘകാലം ഭരിക്കുന്ന രാജാക്കന്മാർക്ക് പകരം ടെമ്പററി ആയിട്ടുള്ള രാജാക്കന്മാർ വരും. അവിടെയാണ് ഒരു രാഷ്ട്രം തകരുന്നത്. സഭയെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷയം വല്ലാത്തൊരു ക്ഷയമായിരുന്നു. ആ ക്ഷയം നടക്കുന്ന സമയത്താണ് 1043 സെറുലറിസിനെ പോലെ ഒരു പാട്രിയാർക്ക് കോൺസ്റ്റാന്റിനോപ്പിൾ ഉണ്ടാവുകയും 7 മാർപ്പാപ്പമാർ മാറി മറിയുന്ന വീക്ക്നെസ്സിനെ സെറുലറിസ് ഉപയോഗിക്കുകയും തത്ഫലമായി 1054 ഗ്രേറ്റ് ഷിസം ഉണ്ടാവുകയും ചെയ്തു. അതിനെപ്പറ്റിയുള്ള ചരിത്രം നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാവുന്നതാണ്.